കോട്ടയം കോട്ടയം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. കേരളത്തിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരമാണ് കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമുള്ളത് തെള്ളകം പുഷ്പഗിരി ദേവാലയം. കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് കോട്ടയം. സമുദ്രതീരമില്ലാത്ത ജില്ല. കോട്ടയം പട്ടണം സ്ഥാപിച്ചത് ടി രാമറാവുവാണ്. കേരളത്തിൻ്റെ അക്ഷര തലസ്ഥാനം എന്നറിയപ്പെടുന്നു. അപ്പോൾ കോട്ടയം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. കേരളത്തിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരമാണ് കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമുള്ളത് തെള്ളകം പുഷ്പഗിരി ദേവാലയത്തിലാണ്. കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് കോട്ടയം. സമുദ്രതീരമില്ലാത്ത ജില്ല. കോട്ടയം പട്ടണം സ്ഥാപിച്ചത് ടി രാമറാവുവാണ്. കേരളത്തിൻ്റെ അക്ഷര തലസ്ഥാനം എന്നറിയപ്പെടുന്നു. അക്ഷര നഗരം, അക്ഷരങ്ങളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നത് കോട്ടയമാണ്. 3 എല്ലുകളുടെ നാടാണ് കോട്ടയം. ലെറ്റർ, ലേക്സ്, ലാറ്റക്സ്. ഇങ്ങനെ 3 എല്ലുകളുടെ നാടാണ് കോട്ടയം. കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഹരിത നഗരം എന്ന പദവി ലഭിച്ച ജില്ലയാണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം. വർഷം 1989 ജൂൺ 25-ന്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കോട്ടയമാണ്. അപ്പോൾ അക്ഷര നഗരം, അക്ഷരങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നു. 3 എല്ലുകളുടെ നാടാണ് കോട്ടയം. ലെറ്റർ, ലേക്സ്, ലാറ്റക്സ്. ഇങ്ങനെ 3 എല്ലുകളുടെ നാടാണ് കോട്ടയം. കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഹരിത നഗരം എന്ന പദവി ലഭിച്ച ജില്ലയാണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. വർഷം 1989 ജൂൺ 25. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണ് കോട്ടയം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കോട്ടയമാണ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ ജില്ലയാണ് കോട്ടയം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് മീനച്ചിലാർ. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി സന്ദർശിച്ച കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. വർഷം 1925. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രമായ ദീപിക പ്രസിദ്ധീകരണം തുടങ്ങിയതെന്നാണ് 1887-ലാണ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ ജില്ലയാണ് കോട്ടയം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് മീനച്ചിലാർ. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി സന്ദർശിച്ച കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. വർഷം 1925. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രമായ ദീപിക പ്രസിദ്ധീകരണം തുടങ്ങിയതെന്നാണ് 1887-ലാണ്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലമാണ് ഉഴവൂർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ KG ബാലകൃഷ്ണൻ്റെ ജന്മദേശം തലയോലപ്പറമ്പ്, കോട്ടയം. സാഹസികരുടെ ആവാസകേന്ദ്രമാണ് ഈരാറ്റുപേട്ട. അപ്പോൾ മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലമാണ് ഉഴവൂർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ KG ബാലകൃഷ്ണൻ്റെ ജന്മദേശമാണ് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. സാഹസികരുടെ ആവാസകേന്ദ്രമാണ് ഈരാറ്റുപേട്ട. വിശുദ്ധ സിസ്റ്റർ അൽഫോൺസയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഭരണങ്ങാനം പള്ളിയിലാണ്. ഏഴര പൊന്നാനയ്ക്ക് പ്രസിദ്ധമായ ഏറ്റുമാനൂർ കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം. ഇത് കോട്ടയത്താണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ്. നായർ സർവീസ് സൊസൈറ്റി, അതായത് NSSൻ്റെ ആസ്ഥാനം പെരുന്ന, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSൻ്റെ ആസ്ഥാനം. നായന്മാരുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ചങ്ങനാശ്ശേരിയാണ്. ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ തുറമുഖമാണ് നാട്ടകം. നാട്ടകത്താണ് ആദ്യത്തെ ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടയം ജില്ലയിലെ കുമരകം. സൗത്ത് ഇന്ത്യ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് കോട്ടയത്താണ്. അപ്പം നായന്മാരുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്നു.
കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ചങ്ങനാശ്ശേരിയാണ്. ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നാട്ടകത്താണ്. ഇന്ത്യയിലെ പ്രധാന കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടയം ജില്ലയിലെ കുമരകം. സൗത്ത് ഇന്ത്യ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് കോട്ടയത്താണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. ഇത് സ്ഥാപിച്ചത് കണ്ടത്തിൽ വർഗീസ് മാമൻ മാപ്പിളയാണ്. വർഷം 1888. കുമരകം പക്ഷിസങ്കേതം കോട്ടയം ജില്ലയിലാണ്. കേരള ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി വെള്ളൂർ കോട്ടയം. എരുമേലി കോട്ടയം ജില്ലയിലാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി ട്രാവൻകൂർ സിമൻറ്റ് നാട്ടകമാണ്. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല CMS പ്രസ് സ്ഥാപിച്ചത് 1821. അപ്പോൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. ഇത് 1888 സ്ഥാപിച്ചത് കണ്ടത്തിൽ വർഗീസ് മാമൻ മാപ്പിളയാണ്. കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കേരള ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി കോട്ടയം ജില്ലയിലെ വെള്ളൂരിലാണ്. എരുമേലി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയത്താണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയമാണ്. കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി ട്രാവൻകൂർ സിമൻറ്റ് നാട്ടകത്താണ്. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലയാണ് CMS പ്രസ് സ്ഥാപിച്ചത് 1821. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം പ്രിയദർശിനി ഹിൽസ് അതിരമ്പുഴ. വർഷം 1983. അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് 1983. പ്രധാന നദികളാണ് മീനച്ചിലാർ, മണിമലയാർ, മൂവാറ്റുപുഴയാർ. മരമ്മല വെള്ളച്ചാട്ടം, അമൃതമേട അതൊരു ഔഷധത്തോട്ടമാണ്. തിരുനക്കര ക്ഷേത്രം, പൂഞ്ഞാറ്, രാജവംശത്തിൻ്റെ കൊട്ടാരം എന്നിവ കോട്ടയത്താണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. അത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ ആസ്ഥാനം പ്രിയദർശിനി ഹിൽസ് അതിരമ്പുഴയിലാണ്. അത് സ്ഥാപിച്ച വർഷം 1983. പ്രധാന നദികൾ കോട്ടയം ജില്ലയിലെ പ്രധാന നദികളാണ് മീനച്ചിലാർ, മണിമലയാർ, മൂവാറ്റുപുഴയാർ. മരമ്മല വെള്ളച്ചാട്ടം, അമൃതമേട എന്ന് പറയുന്ന ഔഷധത്തോട്ടം, തിരുനക്കര ക്ഷേത്രം, പൂഞ്ഞാർ രാജവംശത്തിൻ്റെ കൊട്ടാരം എന്നിവ കോട്ടയത്താണ്. ഓക്കെ, താങ്ക് യു.